ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നിവിടെ ഒരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 മുട്ടയും ഒരു അത്യാവശ്യം വലിപ്പമുള്ള പീസ് കപ്പയാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ അത് പുഴുങ്ങുന്ന നേരം കൊണ്ട് കപ്പൊക്കെ ഞാൻ നല്ല വൃത്തിയാക്കി കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്കിതൊന്ന് മുറിച്ചിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു കനത്തിലാണ് ഞാനിവിടെ മുറിച്ചിട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ പീസാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ഉടയ്ക്കേണ്ടത് കൊണ്ട് ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടാണ് ആക്കിയിട്ടുള്ളത്. അപ്പം ഇനി നമുക്കിതൊന്ന് വേവിക്കാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് വിസിൽ വരാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ വെന്ത് നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒരു സ്പൂണോ തവിയോ അല്ലെങ്കിൽ ഗ്ലാസ്സോ വെച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഉടച്ചെടുക്കാം. ഞാൻ ആദ്യം തവി കഴിഞ്ഞു എടുത്തിരുന്നത്, പക്ഷെ അതുകൊണ്ട് പോരാതെ തോന്നിയപ്പോൾ ഞാൻ ഗ്ലാസിൻ്റെ അടിഭാഗം കൊണ്ട് നല്ല പോലെ ഇത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഞാൻ അത് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഞാൻ ഒരു 2 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി എരിവിനാവശ്യമായിട്ട് ഞാനിവിടെ 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം കേട്ടോ. നമ്മുടെ പച്ചമുളകൊക്കെ നല്ല എരിവാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നാണ് ഞാനിവിടെ, മക്കളൊക്കെ തിന്നത് കൊണ്ട് ഒന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉള്ളി വഴന്ന് കിട്ടാൻ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഒരു 2 സെക്കൻഡ് വെച്ചത് ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഒരു 2 കറിവേപ്പില ഇട്ട് ഒന്നുകൂടി നല്ല പോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ സവാള നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണ് ചില്ലി പൗഡർ ഇട്ട് നന്നായിട്ട് നമുക്കൊന്നുകൂടി വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ബോയിൽ ചെയ്ത മുട്ട നമ്മൾ പീസാക്കിയിട്ട് നമുക്ക് നമ്മുടെ മസാലയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി മുട്ട നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ട കൂടി ആഡാക്കി കൊടുത്ത് നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കും. ഒന്നും കൂടി മസാലയൊക്കെ ആ മുട്ടയിൽ പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഞാൻ നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കയ്യിൽ നമ്മൾ അല്പം വെള്ളമാക്കിയിട്ട് നമ്മൾ ഉടച്ച് വെച്ചിരുന്ന കപ്പയിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് നമുക്ക് കയ്യിലൊന്ന് ജസ്റ്റ് പരത്തിയിട്ട് നമുക്ക് മസാല നടുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് നല്ല ബോൾ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അടുത്ത ഇതും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഷേപ്പൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. പിന്നെ ഷേപ്പ് വേണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ലേ. അപ്പം ഞാൻ ബോൾ ഷേപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉന്നക്കായ ടൈപ്പിലാക്കാം, പിന്നെ റൗണ്ട് ഷേപ്പിലാക്കാം, കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കാം, അങ്ങനെ ഒരുപാട് ഷേപ്പിലാക്കാം നമുക്ക്. അപ്പോൾ ഞാനിതാ 2ാമത്തെ ഉരുളയെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പുണ്ട്.
അപ്പോൾ നമ്മളിതാ രണ്ടാമത്തെ ബോളും അങ്ങനെ തന്നെ തയ്യാറാക്കി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഒരുപാട് വലിപ്പത്തിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ അങ്ങനെ തന്നെ ചെയ്തെടുക്കേ. അപ്പോൾ അത് പൊരിക്കാനായി ഞാൻ അതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഡീപ് ഫ്രൈ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഓയിൽ നല്ലപോലെ ചൂടായി വരുന്നുണ്ട്. അപ്പം നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരുന്ന ഓരോ ബോൾസ് എടുത്തിട്ട് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ ഒരു ഭാഗത ഏകദേശം റെഡി ആയിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം മറ്റേ സൈഡും ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്നിനി സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി കപ്പ കൊണ്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്.